ഖസാക്കിന്റെ ഇതിഹാസം. ഒ.വി. വിജയൻ. ഭാഗം 5. ഷെയ്ഖിന്റെ ഖാലിയ. നിസാമലി എവിടെ പോയെന്ന് ആരും അറിഞ്ഞില്ല. അയാൾ കൂമൻകാവിലെത്തിയില്ല. പണിക്കാർ ഒരാഴ്ച കാത്തു. പിന്നെ പീടികയടച്ചു. കെട്ടിയിരിപ്പുണ്ടായിരുന്ന ബീഡി പുകയില പീടികക്കാർ കണ്ടുകെട്ടി. പണിക്കാരിലൊരുവൻ അത്തറിന്റെ കമ്പനിയിലേക്കും മറ്റേവൻ കള്ളക്കാച്ചു വ്യവസായത്തിലേക്കും നീങ്ങി. പിറ്റേ കൊല്ലം നൈസാമലി വീണ്ടും കൂമൻകാവിൽ പ്രത്യക്ഷപ്പെട്ടു. ജട നീണ്ടിരുന്നു. ഒന്നും നടന്നിട്ടില്ലാത്ത പോലെ അയാൾ അത്തറിനെ ചെന്നു കണ്ടു. അത്തറിന്റെ അന്വേഷണങ്ങൾക്കൊന്നും തൃപ്തികരമായ മറുപടി കൊടുത്തില്ല. ഇത്രമാത്രം അത്തറിനോട് ചോദിച്ചു: ഞാൻ മറുപടിയും ഉങ്ക കമ്പനിയിൽ ചേർട്ടുമാ? ഷെയ്യിദ് മിയാൻ ഷെയ്ഖ് തുണൈ ബീഡിയുടെ വയലറ്റു ലേബലിൽ മുടിച്ചുരുളുകളുടെ പത്രകിരീടവുമണിഞ്ഞ് ഇരുന്ന പ്രതിയോഗി. ധാർഷ്ട്യം നിറഞ്ഞ ചുമർ പരസ്യം. അവൻ നിരാശ്രയനായി തനിക്കു കാണണം. പക്ഷേ അതിനു മുമ്പ് നിരാശ്രയനായി അവൻ ചവിട്ടടിയിൽ വരണം. നീ വന്നുക്കോ, അത്തറ് പറഞ്ഞു. ആനാ മര്യാദക്കിനി പണി ചെയ്തുക്കോ. அந்த லொட்டு விஷயம் കളஞ்சுக்கோ. தெரிஞ்சுதா? என்ன அண்ணன் அத்தரண்ணோ, നൈജാമിന് உங்களுக்கு தெரியாதா? சொன்னா சொன்னதாക്കും. പേച്ചൊന്നും വേണ്ട. ഓ അപ്പിടിതാണ്ണ. അത്തറിന്റെ വീടർ സൊഹ്റാബി കാര്യം അന്വേഷിച്ചു. അന്ത ചെക്കൻ തിരുമ്പി വന്നതാ? അത്തറിന്റെ തലയൊന്നു മിന്നി. ധൂ, ഉനക്കെന്നടി അത്? നൈസാമലി ആകട്ടെ വാക്കു തെറ്റിച്ചില്ല. ഒരു യന്ത്രത്തെ പോലെ തിരച്ചു. ഭീഭത്സമായ ആവേശം അതയാളുടെ വിരൽത്തുമ്പുകളിൽ തരിച്ചു. തിരച്ചു തീർന്ന ബീഡികളിൽ അതു നിറഞ്ഞെന്നു തോന്നി. മാസങ്ങൾ പലത് കഴിഞ്ഞു. അത്തറിന്റെ പക പോലും തണുത്തുവരികയാണ്. അപ്പോഴാണ് നൈസാമലിയുടെ പാർപ്പിടമായ പീടിക മുറിയുടെ മുമ്പിൽ ഒരു ചുവന്ന ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. കൂമൻകാവ് ബീഡി തൊഴിലാളി യൂണിയൻ. അത്തറിന്റെ 10 തിരപ്പുകാരിൽ 7 പേർ യൂണിയനിൽ ചേർന്നു. പാലക്കാട്ട് നിന്ന് വന്ന സഖാക്കൾ സ്റ്റഡി ക്ലാസ് എടുത്തു. ജനുവരി 21-ന് കൂമൻകാവ് ബീഡി തൊഴിലാളി യൂണിയൻ ലെനിൻ ദിനം ആഘോഷിച്ചപ്പോൾ നൈസാമലി മുഷ്ടി ചുരുട്ടി വിളിച്ചു: എല്ലാ രാജ്യങ്ങളിലെയും ഒഷപ്പാളികളെ സംഘടിക്കുവിൻ. അത്തറ് മുതലാളി ഭീഷണിയുടെ സ്വഭാവം മനസ്സിലാക്കി. അതു മതധ്വംസനമാണെന്ന് മുസ്ലിം ലേബർ യൂണിയൻ അത്തറിനെ ബോധിപ്പിച്ചു. അട്ടിമറിയും വിദേശ നുഴഞ്ഞുകയറ്റവുമാണെന്ന് കോൺഗ്രസുകാർ പറഞ്ഞു. അത്തറാകട്ടെ ഒന്നും ചെവിക്കൊണ്ടില്ല. യൂണിയൻ തന്റെ പ്രാചീനനായ ശത്രുവാണ്. ഖസാക്കിൽ പുളിങ്കുരു പെറുക്കി നടന്ന കാലത്ത് തന്നെ പട്ടിണിക്കിട്ടത് യൂണിയനാണ്. ചെതലിമലയിൽ വിറകൊടിക്കാൻ ചെന്ന അത്തറെ കാട്ടുതീ വെച്ചു കൊന്നതും പിന്നെ തന്റെ കുടുംബം ശിഥിലമാക്കിയതും യൂണിയൻ തന്നെ. അതിനും എത്രയോ മുമ്പ് അത് തന്റെ വംശത്തെ പീഡിപ്പിച്ചിട്ടുണ്ട്. കൂമൻകാവിലേക്ക് ചക്കര കടത്തുന്ന തങ്കയിൽ നിന്ന് ആ കഥകൾ മൈമുന കേട്ടു. നൈസാമണ്ണൻ ജാഥകൾ നയിക്കുന്നത്രേ, കാവുപറമ്പിൽ ചേരാറുള്ള യോഗങ്ങളിൽ പ്രസംഗിക്കുന്നത്രേ. മിഷ്യൻ വെച്ചിട്ടാണ് മൈമുനെ? വലിക്കനെ പറയുന്ന മിഷ്യൻ തന്നെ തങ്കേ? ഓ യാ റഹ്മാൻ. അത്തറ് മുതലാളി നൈസാമലിയെ പിരിച്ചുവിട്ടതോടെ പണിമുടക്ക് പൊട്ടിപ്പുറപ്പെട്ടു. എള്ളിട നീങ്ങാൻ അത്തറ് മുതലാളി കൂട്ടാക്കിയില്ല. വർഗങ്ങളുടെ സമരമാണ്. തെണ്ടിയും മുതലാളിയും തമ്മിലുള്ള യുദ്ധം. പാടുപെട്ട് മുതലാളിയായി മാളികപ്പുര പണിഞ്ഞ ശേഷം സ്വയം ഏറ്റെടുത്ത പേരാണ് മാളികയ്ക്കൽ. മാളികയ്ക്കൽ അത്തറ് എം. അത്തറ് മുതലാളി. കടവുൾ സഹായം എം. അത്തറ് ഫോട്ടോ. സമരത്തിൽ വിട്ടുവീഴ്ചയില്ല. ഖസാക്കുകാർ ഇതെല്ലാം കൗതുകത്തോടും തെല്ലാകാംക്ഷയോടും ഉറ്റുനോക്കി. ഒരു ഖസാക്കുകാരൻ മറ്റൊരു ഖസാക്കുകാരനെതിരെ പോരാടുകയാണ്. വേവട പിടിച്ച സ്റ്റാലിന്റെ വർണ്ണപടവും ഖുർആനും പേറിക്കൊണ്ട് നൈസാമലി ഘോഷയാത്രകൾ നയിച്ചു. കൂമൻകാവിൽ മുദ്രാവാക്യങ്ങൾ മുഴങ്ങി. ആംഗ്ലോ അമേരിക്കൻ ചൊരണ്ടൽ നസിക്കട്ടെ. മർദകൻ എം. അത്തറ് മുബറദബാദ്. ഇൻകിലാ സിന്ദാബാദ്. ചക്കരക്കാരി തങ്ക മൈമുനയോട് പറഞ്ഞു: എന്താണ്ടി മൈമുനോ, ഓരല വാരവോ നമ്മന്റെ മരയ്ക്കാറാണ്. ഒക്കിലീക്കം തലവൻ തന്നെ തങ്കേ. 5-ാം ദിവസം സമരത്തിന്റെ സ്വഭാവം മാറി. അത്തറ് ഒരു വളണ്ടിയറെ പരസ്യമായി തല്ലി പരിക്കേൽപ്പിച്ചു. നീതിക്കും വ്യവസ്ഥയ്ക്കും വേണ്ടിയാണ് തല്ലിയത്. പോലീസെത്തി. പോലീസുകാർ തന്നെ അഭിനന്ദിക്കുമെന്നാണ് അത്തറ് മുതലാളി കരുതിയത്. പക്ഷേ അത്തറിനെയും നൈസാമലിയെയും ആമം വെച്ചു പാലക്കാട്ടേക്ക് കൊണ്ടുപോയി. പാലക്കാട്ടിലെ വലിയൊരു ബീഡി കമ്പനിയായ പൂനൈ എലി അമൈദി അദ്രുമാൻ
ഫോട്ടോ കൂമൻകാവിൽ ഒരു ശാഖ തുറന്നു. അങ്ങനെ പണിമുടക്കം അത്തറിന്റെ കമ്പനിയും അവസാനിച്ചു. ജയിലിൽ മുറിയിൽ തല്ലുകൊണ്ട് അവശനായി നൈസാമലി കിടന്നു. കനപ്പെട്ട കുറ്റങ്ങളാണ്. രാഷ്ട്രീയത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത്, ഹിംസാത്മകമായ മാർഗത്തിലൂടെ ഭരണത്തെ അട്ടിമറിക്കാൻ നോക്കിയത്, കൊലപാതകത്തിന് പ്രേരണ നൽകിയത്, അങ്ങനെ പലതും. അതൊക്കെ സഹിക്കാം, പക്ഷേ വേദന സഹിച്ചുകൂടാ. പേശികളിൽ, സന്ധികളിൽ, എല്ലുകളിൽ എല്ലാം വേദന. ബോധം മങ്ങുകയും തെളിയുകയും ചെയ്തു. ആ വ്യതിയാനങ്ങളിലൂടെ അയാൾ ഒരു ചോദ്യത്തിന് വ്യർത്ഥമായി ഉത്തരം തേടി. അത്തരു മുതലാളിയും താനുമായുള്ള യുദ്ധത്തിൽ പോലീസിനെന്തു കാര്യം? പുലർന്നപ്പോൾ ഇത്തിരി ആക്കം തോന്നി. ആകാശം കാണാൻ വയ്യ. എവിടെയോ കാക്ക കരയുന്നു. ഖസാക്കിലെ പനങ്കാടുകളിലാണെന്ന് തോന്നി. ചമ്രം പടിഞ്ഞു കണ്ണുമടച്ച് കമ്പിളി വിരിപ്പിലിരുന്നു. ഒരു പോലീസുകാരൻ വാതിൽക്കലെത്തിയപ്പോൾ നൈസാമലി അപേക്ഷിച്ചു, ഇൻസ്പെക്ടർ യജമാനനോട് ഒന്ന് സംസാരിക്കണ്ട്. അങ്ങനെ അസ്ഥിരമായ കാലുകളിന്മേൽ നൈസാമലി ഇൻസ്പെക്ടറുടെ മുമ്പിൽ നിന്നു. യജമാ, നമ്മൾ ഇതിന്നൊക്കെ വിടുകയാണ്. ഇൻസ്പെക്ടർ തടവുകാരന്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി. ഈ ബുദ്ധി നേരത്തെ തോന്നായിരുന്നില്ലേ? അയാൾ ചോദിച്ചു. ഒക്കെ മായ അയക്കും യജമാ. ഇത്തിരി പുതുമയുള്ള രാഷ്ട്രീയ തടവുകാരനാണ്. ഇൻസ്പെക്ടർ ചോദിച്ചു. മായയോ? ഇന്നലെ രാത്രി ഞമ്മന്റെ അടുത്ത് മൂപ്പര് വന്നു യജമാ. മൂപ്പരോ? ലോക്കപ്പിലോ? സയ്യദ് മിയാൻ ഷെയ്ഖ് തങ്ങള്. ഇൻസ്പെക്ടർ ഹെഡ് കോൺസ്റ്റബിളിനെ നോക്കി. ആരാത് രാമൻ നായരെ ഇതിനകത്ത് കയറിയത്? യജമാ, നൈസാമലി ഇടപെട്ടു. അതൊരു ജിന്നാക്കും. പ്രേതം. ഇൻസ്പെക്ടർ കസേരയിൽ ചാരിയിരുന്നു. അയാൾ രാമൻ നായരോട് പറഞ്ഞു. ഞാൻ ഇവന്മാരോട് എത്ര പറഞ്ഞതാ തലയിലും വർമ്മത്തും തല്ലരുതെന്ന്. എന്നിട്ട് നൈസാമലിയോട്, ശരി നൈസാമലി, ഇതാ ഈ കസേരയിലേക്ക് ഇരിക്കൂ. ഇനി ഇതൂട്ടം തെമ്മാടിത്തം കാട്ടുവോ? ഇൻഷാ അല്ലാ. ഇന്നൊക്കെയും സയ്യദ് മിയാൻ ഷെയ്ഖിന്റെ കിർഫയാണ് യജമാ. ആരാ? ആ പ്രേതത്താനല്ലേ? ഒട്ടും വിരോധമില്ല. ഞാനൊരു കടലാസില് ഒരു സംഗതി എഴുതാ, അതിൽ ഒപ്പിട്ടോളൂ. ധ്യാനത്തിൽ മുഴുകി നൈസാമലി കസേരയിലിരുന്നു. ഇൻസ്പെക്ടർ മാപ്പുമൊഴി എഴുതി തയ്യാറാക്കി. ഇനി ഭരണഘടനയ്ക്ക് കീഴ്വഴങ്ങി നടന്നുകൊള്ളാം. വിദേശ ശക്തികളുടെ ചട്ടുകമാവാതെ കഴിഞ്ഞുകൊള്ളാം. എല്ലാം വായിച്ചു കേൾപ്പിച്ച ശേഷം ഇൻസ്പെക്ടർ ചോദിച്ചു, ഇതിൽ ഒപ്പിടാൻ വിരോധമുണ്ടോ ആലിക്ക്? ഒപ്പിടാ. ഇടത്തെ പെരുവിരലിന്റെ അടയാളം അതിൽ പതിപ്പിച്ച ശേഷം നൈസാമലി എണീറ്റു നിന്നു. ഒരപേക്ഷയുണ്ട് യജമാ. പറയൂ ആലി. ഞമ്മന്റെ പേരിന്റെ കൂടെ ഖാലിന്നും കൂടി കൂട്ടണം. അതെന്താത്? ഞമ്മള് ഇന്ന് പൊലക്കാലം തൊട്ട് സയ്യദ് മിയാൻ ഷെയ്ഖ് തങ്ങളിന്റെ ഖാലിയാരാണ്. അതാണ് മൂപ്പരിന്റെ നിശോകം. അത്തരം സന്ദർഭങ്ങളിൽ തോന്നാറുള്ള സൗഹൃദവും ധാരാളിത്തവും ഇൻസ്പെക്ടറെ ബാധിച്ചു. ഒക്കെ ശരിപ്പെടുത്താ. അലി ഇപ്പോ ലോക്കപ്പിക്ക് പോവൂ. സുഖായി ഉറങ്ങൂ. കേസൊക്കെ പിൻവലിക്കും ട്ടോ. രാമൻ നായരെ, ചായോ കാപ്പിയോ എന്താ ആലിക്ക് വേണ്ടത് വെച്ചാൽ കൊടുക്കൂ. പിന്നെ ഇത്തിരി തണുത്തതെന്തെങ്കിലും. നീലിഭൃങ്ങാതിയോ എറ്റെ തേപ്പിച്ച് ധാരാളം തണുത്ത വെള്ളത്തിൽ കുളിപ്പിക്കൂ. പുക ചുറ്റിയ കണ്ണുകൾ കൊണ്ട് ഇൻസ്പെക്ടറെ അടിമുടി നോക്കിയിട്ട് നൈസാമലി ഉരുവിട്ടു. അൽഹംദുലില്ലാഹി റബ്ബിൻ ആലമീൻ ആർ റഹ്മാനി റഹീം അൽ ഫാത്തിഹ. ചെതലിയുടെ കൊടുമുടിയിൽ നൈസാമലി നടന്നു. ഒരു ചെരുവിൽ വിള ചീഞ്ഞുപോയ കളമക്കണ്ടം പോലെ കാട്ടുതേനാട്ടികൾ താഴോട്ടു പടർന്നു പടർന്നു പോകുന്നു. കാറ്റും മഴയും കാലവും അരുമ്പിപ്പോയ മേൽമുടിപ്പാറ കമാനവും കൊത്തളവും മിനാരവുമായി തീർന്നിരിക്കുന്നു. ആ പാറയുടെ ഗർഭത്തിലെവിടെയോ സയ്യിദ് മിയാൻ ഷെയ്ഖിന്റെ അസ്ഥികൾ വിശ്രമം കൊണ്ടു. മിനാരത്തിൽ, കമാനത്തിൽ, മലയുടെ മാറ്റൊലിയിൽ മിയാൻ ഷെയ്ഖിന്റെ പ്രേതം നടമാടി. മലമുടിയിൽ ആകാശത്തിലേക്കു കൈകൾ വിടർത്തിക്കൊണ്ട് നൈസാമലി നിൽക്കുകയാണ്. കാറ്റത്ത് ചുറ്റിലും വെള്ളിമേഘങ്ങൾ നീങ്ങിക്കടന്നപ്പോൾ മല നീങ്ങിപ്പോകും പോലെ നൈസാമലിക്ക് തോന്നി. ആ മേഘങ്ങളിലാകട്ടെ ജിന്നും ഇഫിരീത്തും യാത്ര ചെയ്തു. കാലിൻചോട്ടിൽ ഇളം ചൂടുള്ള പാറക്കെട്ടിന്റെ വിടവുകളിൽ പൂത്തുനിന്ന കൃഷ്ണകാന്തികളിൽ വൈരകിരീടം ചൂടിയ കൊച്ചു മലിക്കുകൾ പാറി നടന്നു. നൈസാമലി ഉറക്കെ വിളിച്ചു. മാറ്റൊലി മിനാരങ്ങളെ ചുറ്റി വീണ്ടും വീണ്ടും സഞ്ചരിച്ചു. ചിറകു വിടർത്തി നൈസാമലി താഴോട്ടു വന്നു. ബോധം തെളിയുമ്പോൾ കാൽമുട്ടിലും നെറ്റിയിലും വാരിയിലും വലിയ പരിക്കുകളുണ്ടായിരുന്നു. വെള്ളിമേഘങ്ങൾ
ഇരുണ്ടു കഴിഞ്ഞിരുന്നു. നൈസാമലി എണീറ്റു നിന്നു. നിൽക്കാം, വേദനയുണ്ടെന്നേ ഉള്ളൂ, നടക്കാം. അയാൾ പതുക്കെ നടന്ന് മലയിറങ്ങി. അള്ളാപ്പിച്ച മൊല്ലാക്ക പള്ളിയിലായിരുന്നു. അപ്പോഴാണ് ഖസാക്കുകാർ അത് കേട്ടത്. രാത്രിയിലൂടെ മൂളി മൂളി പോകുന്ന അലൗകിക സ്വരം. ഷേഖു തമ്പുരാന്റെ മന്ത്രങ്ങളാണ്. അവയുരുവിട്ടുകൊണ്ട് നൈസാമലി പാടം കയറി. നടുപ്പറമ്പു കടന്നു. അകലത്തെ ചതുപ്പിലേക്ക് നടന്നു. ഇരുളടഞ്ഞ രാജാവിന്റെ പള്ളിയിലേക്ക് അയാൾ നുഴഞ്ഞുകയറുന്നത് ഖസാക്കിലെ കാരണവന്മാർ കണ്ടു. നിശോകം. അവർ പരസ്പരം മന്ത്രിച്ചു. നൈസാമലി പുറത്തു വന്നില്ല. ചതുപ്പിലെ മീസാൻ കല്ലുകൾക്കിടയിൽ ചിലപ്പോൾ മാത്രം നിഴലുപോലെ ഖസാക്കുകാർ നൈസാമലിയെ കണ്ടു. മയമുനയും കണ്ടു. ചതുപ്പിന്റെ അതിരുകളോളം ചെല്ലാൻ ധൈര്യപ്പെട്ടവർ അവിടെ എരിഞ്ഞ ചന്ദനത്തിരികളുടെ അസംഖ്യം കുറ്റികൾ കണ്ടു. മഞ്ഞൾപ്പൊടി, കണ്ണു ചൂഴ്ന്നെടുത്ത പെരിച്ചാഴിത്തലകൾ, വെടിമരുന്നു കത്തിക്കരിഞ്ഞ ചതുപ്പുമണ്ണ്. അവർ ഭയാദരങ്ങളോടെ നോക്കി. അവർ പറഞ്ഞു, "ദൃഷ്ടാന്തം." 5-ാം ദിവസം കാലത്താണ് നൈസാമലി ആൽത്തറയ്ക്കൽ നിലപാട് കൊള്ളാനെത്തിയത്. ഏകാധ്യാപക വിദ്യാലയം അരുതെന്നു പറയാൻ മൊല്ലാക്ക വിളിച്ചായിരുന്നു അന്നു രാവിലെ ഖസാക്കുകാർ അവിടെ വന്നിരുന്നത്. നടുപ്പറമ്പിന്റെ ഒരറ്റത്ത് നിന്നുകൊണ്ട് നൈസാമലി അറിയിച്ചു, "ഭോജരാജാവായ തമ്പുരാന്റെ ഉടയവനായ ഷെയ്ഖ് തങ്ങളുടെ ഉപാസകനായി ഖാലിയാരായി താൻ ഖസാക്കിലേക്കു തിരിച്ചു വന്നിരിക്കുന്നു." അത്യാഹിതത്തിനു ശേഷം അള്ളാപ്പിച്ച മൊല്ലാക്ക പൊരുന്തുരാവുത്തരണ്ണനോടൊപ്പം അലിയാരുടെ ചായപ്പീടികയ്ക്കകത്ത് ഇരിപ്പാണ്. അയാൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നു, വ്യർത്ഥമായി. നൈസാമലി തിരിച്ചുവന്ന കാര്യം എന്തേ തന്നെ ഉണർത്തിക്കാഞ്ഞത്? മനോവിഷമത്തോടും ഭയത്തോടും പൊരുന്തുരാവുത്തരണ്ണൻ തലകുലുക്കുക മാത്രം ചെയ്തു. പുറത്ത് ആൽത്തറയിൽ നിലയുറപ്പിച്ചുകൊണ്ട് ഷെയ്ഖിന്റെ ഖാലിയാർ ഖസാക്കുകാരോട് സംസാരിച്ചു. ഈ അധ്യായം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നന്ദി. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്ത വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.